वेङ्कटेश समं स्थानं ब्रह्माण्डे नास्ति किञ्चनः। वेङ्कटेश समो देवो न भूतो न भविष्यति। അവർ മറ്റ് ഏത് സംഘടനയിലുള്ളവർക്ക് നമ്മൾ സംഘടന പക്ഷേ ഈ ഒരു സംഘടന ഉപയോഗിച്ച് വേറെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയക്കാരുടെ കൂടി വിളിച്ച് സമരത്തിനോ പ്രക്ഷോഭ പരിപാടിക്കും പോകാൻ പാടില്ല. അതുപോലെ ജാതി മത സംഘടനയുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഈ സംഘടന ഉപയോഗിക്കരുത്. മറ്റുള്ളവരെല്ലാം മോശമാണെന്നല്ല പറഞ്ഞത്, എല്ലാവരും നല്ലതാണ്. നമ്മൾ അവരെ രാഷ്ട്രീയക്കാരുടെ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഇവിടെ സാമുദായിക സംഘടന നല്ല ഓഫീസും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്നവരുടെ അതിന് പോയിക്കോട്ടെ. ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ ഇതൊരു നമ്മുടെ ജീവിത പ്രശ്നം, ഒരു കുടുംബത്തിന്റെ ദൈനംദിന ജീവിത പ്രശ്നമായിട്ട് ബന്ധപ്പെടുന്ന ചെറിയ സംഘങ്ങൾ ഓരോ യൂണിറ്റുമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ക്രോഡീകരിച്ച് നല്ല നല്ല പരിപാടികൾ പ്ലാൻ ചെയ്യുക എന്നതാണ് ഈ നമ്മളെ ഈ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘത്തിന്റെ സ്വഭാവം അത് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംവിധാനം വന്നു കഴിഞ്ഞാൽ നമ്മളെ അഭിമുഖീകരിക്കാൻ പോകുന്ന മിഷനറിന്റെ നമുക്ക് 10% ആൾക്കാർക്കും പണി ഇല്ലാണ്ടാവുന്ന ഈ അവസ്ഥ വരുന്നതെന്ന് മുൻകൂട്ടി കണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിച്ചേർന്നത്. മറ്റുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ പരാമർശിക്കും. അതിനുവേണ്ടി ഉദ്ഘാടകൻ ജയപ്രകാശ് കുമാറിനെ ക്ഷണിക്കുന്നു. സ്വാഗത ഭാഷയിൽ സനീഷ് ഭാരതത്തെ ഇവിടെ പ്രസംഗം നടത്തിയിരിക്കുന്ന പവിത്രൻക്ക് ആശംസ അർപ്പിക്കുന്ന സർവശ്രീ നാരായണൻ എനിക്ക് എഴുതുന്ന പവിത്രൻ വേണ്ടി രാജേഷ് എന്നീ പ്രമുഖ നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷമുണ്ട് ഈ സായാഹ്നത്തിൽ നിങ്ങളിൽ കാണുവാനും നിങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കുവാനും സാധിച്ചു. പ്രസിഡന്റ്
പറഞ്ഞ ഇവിടുത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു. ഞാൻ ആദ്യമായി ഇവിടെ ഈ നോട്ടീസിന്റെ പേരുള്ള ജയപ്രകാശ് പുനർന്ന എനിക്ക് പരിചിത മുഖങ്ങൾ കുറേയുണ്ട്. എന്നാലും പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പരിചയമില്ലാതെ ഞാൻ ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് എന്നെ പറ്റി രണ്ടു വാക്ക് ആദ്യമായിട്ട് പറയാം. ഞാൻ ന്യൂമാജി വിശ്വകർമ്മ സംഘം എന്ന സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. അതുപോലെ കാർപ്പൻട്രി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയാണ്. എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. എന്തുകൊണ്ട് ഈ എളിയ എന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ച് ഈ സംഘാടകരുടെ ചെയ്തു വെക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളമൊന്നുമല്ല, അത്ര വലിയ ആളൊന്നുമില്ല. ഇത് വലിയൊരു പ്രസംഗം എന്ന് പ്രതീക്ഷിക്കരുത്, കാരണം വലിയൊരു അസംഖ്യമല്ല. എന്നിരുന്നാലും ഈ മൈക്കിന്റെ മുമ്പിൽ നാല് പേർക്കാണ്ട് നമ്മളെ കാര്യങ്ങൾ നമ്മളെ മുമ്പാകെ പറയാനുള്ളൊരു ഊർജം മാത്രമേ എനിക്കുള്ളൂ. അതിനായി നമ്മളെ തൊഴിലാളികളെ പറ്റി നമുക്ക് നോക്കാം. വളരെ പാരമ്പര്യമായിട്ടുള്ള ഒരു തൊഴിലാളി സമൂഹമാണ് നമ്മളെ മരപ്പണിക്കാർ. നമുക്കറിയാം എത്ര വലിയ പാരമ്പര്യമുള്ള ആളായിരുന്നു നമ്മളെ പാരമ്പര്യ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ ഇന്ന് ഇപ്പൊ മാറി വന്ന ഒരു ഗവൺമെന്റ് തയ്യാറായില്ല. നമ്മൾ നോക്കണം എന്തുകൊണ്ട്, കാരണം എന്താ, നമ്മൾ എന്നും അസംഘടിതരായിരുന്നു. അതാണ് സത്യം. ഇങ്ങനെയുള്ള ചെറിയ കൂട്ടായ്മകൾ മാത്രം നടത്തി ഓരോ പ്രദേശത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിൽക്കും, അതിനുശേഷം പിന്നെ ആരെയും കാണില്ല. ഈ അവസ്ഥ പണ്ട് മുതലേ തുടരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് 1971-72 കാലഘട്ടത്തിൽ മരപ്പണിക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. കുന്നോൽ എന്ന പ്രദേശത്ത് മീറ്റിംഗ് വിളിക്കുകയും എൻ്റെ അച്ഛൻ്റെ മൂത്ത ആൾക്കാർ, കുറെ ആൾക്കാരെ അന്ന് ശരിപ്പെടുക്കുന്ന ആൾക്കാർ, അവരെയാണ് വിളിക്കുക. അവരുടെ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതിങ്ങനെ ശരിക്കും പ്രശ്നങ്ങളാണ്. നമ്മളെ തൊഴിൽ മേഖല വെച്ചാൽ ഫുൾ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെല്ലാം തരണം ചെയ്യാനുള്ള നടന്നില്ല. ഞാൻ അന്ന് പറഞ്ഞത് സൊസൈറ്റി ആക്കുകയാണ്, വേറെ ഒന്നല്ല, ഒരു സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അത്തരത്തിലുള്ള വർക്കുകൾ, ആ പ്രദേശത്ത് വരുന്ന വർക്കുകളെ നമ്മൾ ഈ സൊസൈറ്റിയിൽ കൂടെ എടുപ്പിക്കുന്ന രീതിയിലുള്ള, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിക്കും നല്ല നിലയിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തൊഴിൽ പ്രശ്നങ്ങൾ, ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. മറ്റൊന്ന് എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഒന്നിപ്പോ യന്ത്രവൽക്കരണം. നമ്മള് പിന്നെ സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, നമ്മളെ ഒരു യന്ത്രം ഉപയോഗിക്കുമ്പോൾ NOC കൊടുക്കുന്നില്ല.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതിനെല്ലാം പരിഹാരം കാണാം. ഇതിൻ്റെ നല്ലൊരു കൂട്ടായ്മയാണ്. കുറച്ചൊരു പ്രദേശത്തുള്ള ആൾ വന്ന് സംഘടിച്ചാൽ പോലെ ശരിക്കും കേരളത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ മരപ്പണിക്കാരും സംഘടിച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിന് പരിഹാരം കാണുന്ന സംവിധാനം ഉണ്ടാക്കാം. സത്യത്തിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള രീതിയിലേക്ക് ഇതിപ്പോ ഈ സ്വയം സഹായ സംഘമായിരിക്കും അല്ലെങ്കിൽ സംഘടനയായാലും ശരി, ഈ സംഘടന വളർന്നു വരണം. അതുപോലെ ഈ തലമുറ നമ്മുടെ ഈ കാര്യങ്ങൾ തീർക്കുകയും ഇതിലൂടെ അനുഭവിച്ച് പ്രവർത്തിക്കാമെന്നുള്ള തീരുമാനം എടുക്കുകയും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ സംഘടന എന്ന് പറയുമ്പോൾ ഇതിനിപ്പോ ഇന്നത്തെ ആരംഭിച്ചെടുത്തായിപ്പോഴും നിങ്ങൾ ഈ പ്രദേശത്തുള്ള ഒറ്റക്കെട്ടായിരിക്കണം എന്ത് കാര്യത്തിൽ അതിനുള്ള മനസ്സിനൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ പറയാനുണ്ടെങ്കിലും ഇതില് കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളെ സമയം നഷ്ടപ്പെടുന്നില്ല. ഈ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അധ്യക്ഷ വഹിച്ച ജയേഷ് എം പി, സ്വാഗതം പറഞ്ഞ സനീഷ് കിഫാറത്തായി, അതുപോലെ തന്നെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ജയപ്രകാശ് കുന്നോൻ, പിന്നെ ഇവിടെ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടില്ല വേണുഗോപാൽ കല്ലറ, നാരായണൻ പനോർ എന്നിവരെയും സ്വാഗതം ചെയ്യണം. അപ്പോൾ ഇവിടെ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലെടുക്കുന്ന ഓരോ രംഗത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യാപ്തിയാണ് ഈ രംഗത്തുള്ള തൊഴിലാളികൾ പ്രത്യേകമായി കൂട്ടായ്മ നടത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ചില ചർച്ചകളും കാര്യങ്ങളും നിങ്ങളെല്ലാം തന്നെ ഓരോരുത്തരെയും ഈ സംഘാടകർ ഈ പ്രശ്നമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പരിധിവരെ ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു കൂട്ടായ്മ ഇവിടെ ചേർന്നിട്ടുള്ളത്. തൊഴിൽ രംഗത്ത് ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തൊഴിൽ രംഗത്ത് ഇപ്പോൾ പ്രധാനമായിട്ടും വലിയൊരു പ്രതിസന്ധിയാണ്. നിർമ്മാണ മേഖലയിൽ ഏറ്റവും സാങ്കേതികമായി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് കാർപ്പൻട്രി തൊഴിലാളികൾ. പക്ഷേ തൊഴിലാളികൾ ഒരു വിഭാഗം മാത്രമല്ല പ്രശ്നങ്ങൾ നേരിടുന്നു. ഇപ്പോൾ നമ്മളെ ഈ മേഖലക്കകത്ത്, നിർമ്മാണ മേഖലക്കകത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളത്. ഇങ്ങനെയുള്ള മേഖലകളിൽ ഇപ്പം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണുള്ളത്. സുപ്രീം കോടതി വിധി ഇപ്പോൾ നമ്മളെല്ലാം കേട്ടുകയാണ്. 5 ഹെക്ടറിന്റെ അകത്ത് അതിൽ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ഖനനം നടത്താൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധി ഇപ്പോൾ ഈ രംഗത്താകെ പ്രതിസന്ധിയിലാക്കി ഇരിക്കുകയാണ്. അപ്പോൾ 5 ഹെക്ടർ സ്ഥലത്ത്, കുറഞ്ഞ സ്ഥലത്ത് ഖനനം പാടില്ലാണ്. കരിങ്കല്ലായാലും അതുപോലെ തന്നെ ചെങ്കലായാലും അതുപോലെ തന്നെ 500 മീറ്ററിന്റെ ഉള്ളിൽ, കരയിൽ നിന്ന് 500 മീറ്ററിന്റെ അകത്ത് പൂഴി എടുക്കാൻ പാടില്ല. അപ്പൊ പൂഴി എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ 500 മീറ്റർ വീതിയുള്ള ഒരു പുഴയും കേരളത്തിലില്ല. അപ്പോ സുപ്രീം കോടതി ഈ ഒരു നിയമം പാസ്സാക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു ഇടപെടൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല. അങ്ങനെ ഈ രംഗത്തെല്ലാം ഉണ്ടാകുന്ന പ്രതിസന്ധി നമ്മളെ മാത്രം ബാധിക്കുന്ന, എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓരോ ഘട്ടം പണി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പണി ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ പണികളെല്ലാം തന്നെ സ്തംഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളെ പണി സ്തംഭിക്കും. അപ്പൊ അത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ട് ഉള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. എല്ലാ മേഖലക്കകത്തുള്ള പ്രശ്നങ്ങൾ
ഈ സംഘടന നിലവിൽ വന്നു. നമുക്ക് നിർമ്മാണ മേഖലക്കകത്ത് തന്നെ ഈ ആനുകൂല്യങ്ങൾ വന്നത് 90-ലാണ്. ഈ 74